ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ അതിന് പോകുന്നതിന് മുന്നേ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മാനിക്യൂർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ നെയിൽ പോളിഷും ആകെ എല്ലാം അലമ്പായിട്ടിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു ഒരു മാനിക്യൂർ ചെയ്യണം. അപ്പം അത് നിങ്ങളെയും കൂടെയും കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളിപ്പം വീട്ടിൽ മാനിക്യൂർ പാർലറിൽ പോയി ചെയ്യുന്നതിനേക്കാട്ടിലും എഫക്റ്റാണ് വീട്ടിൽ പോകുന്നത്. പാർലറിൽ പോയി നമ്മൾ അത്രയും പൈസ കൊടുത്ത് ചെയ്യുന്ന അത്രയ്ക്ക് വലിയ കാര്യം വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ തോന്നില്ല. മാനിക്യൂർ നമ്മൾ എപ്പം ചെയ്താലും ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രമല്ല, അതായത് അതൊരു 1 ഡേ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളുടെ നെയിൽസിനെ ആയാലും നമ്മളുടെ ഹാൻഡിനെ ആയാലും ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് യൂസ് ഉള്ളൂ. സോ നമുക്ക് വീട്ടിൽ തന്നെ അത്ര പൈസ ഒന്നും വേണ്ട, കുറച്ച് പൈസയിൽ നമുക്ക് ചെയ്തെടുക്കാം. സോ നമ്മൾ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കളയാണ്. ഞാൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിയാറായി. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പം നമ്മൾ ഈ നെയിൽ പോളിഷ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം 1 അല്ലെങ്കിൽ 1 കോട്ട് എന്തായാലും വേണം, സോറി. സോ മാക്സിമം 2 കോട്ടേ അടിക്കാവുള്ളൂ. അതിൽ കൂടുതലാകുമ്പോഴത്തേക്ക് റിമൂവ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇത് നമ്മൾ ഇപ്പം 2ഓ 3ഓ കോട്ട് അടിക്കാൻ നമ്മൾ വിചാരിക്കും ഇത് പോവില്ല, പക്ഷെ ഇത് പോവുകയും ചെയ്യും. അപ്പോഴേ നമ്മൾ അറ്റത്തു നിന്നൊക്കെ ഇളകി പോവുക, അതെന്തായാലും വൃത്തിയിടല്ലോ. അപ്പം നമ്മളത് ഫുൾ മായ്ക്കേണ്ടി വരുമല്ലോ. നമ്മളൊരു 2 കോട്ട്, മാക്സിമം 2 കോട്ടേ അടിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള എത്ര വില കൂടിയ ലിപ്സ്റ്റിക് നമ്മൾ നെയിൽ പോളിഷ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എന്തായാലും പൊട്ടിപ്പൊളിഞ്ഞു പോയി തുടങ്ങും. അതായത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് പൊളിയാൻ തുടങ്ങും. സോ അതുകൊണ്ട് ഒരുപാട് കോട്ട് അടിക്കണ്ട. ഓക്കെ, അങ്ങനെ ഞാൻ റൈറ്റ് ഹാൻഡും നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതും റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ 2 ബൗൾ എടുത്തു. 2 ബൗൾ എടുത്തിട്ട് അതിനകത്ത് സോൾട്ട് ആണ് ഇട്ടേക്കുന്നത്. ഇത് നമ്മൾ വെറും സോൾട്ട് അല്ല, മറ്റേ കല്ലുപ്പുണ്ടല്ലോ, ആ കല്ലുപ്പാണ് ഇട്ടേക്കുന്നത്. നമ്മൾ നോർമലി കറിക്കകത്തൊക്കെ ഇടുന്നത് മറ്റേ സീ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ തരിതരി പോലുള്ളതാണ്. അതല്ല ഞാൻ ഇട്ടേക്കുന്നത്, കല്ലുപ്പാണ്. അതിൻ്റെ കൂടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അത് മീൻസ് കംപ്ലീറ്റ്ലി ചൂടല്ല, അതിന് ചൂടുവെള്ളം കുറച്ചെടുത്തിട്ട് അര ഭാഗം ചൂടുവെള്ളവും ബാക്കി അരഭാഗം നമുക്ക് തണുത്ത വെള്ളവും എടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് നമുക്ക് കൈ മുക്കി വെക്കാൻ പറ്റണം കുറച്ച് നേരം. എനിക്ക് അതിൻ്റെ ഇപ്പം തന്നെ റൈറ്റ് ഹാൻഡ് മുക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഓക്കെയാണ്, പക്ഷെ റൈറ്റിൽ എനിക്ക് കുറച്ച് ചൂട് കൂടിപ്പോയി. ബട്ട് ബൗള് നിറഞ്ഞതുകൊണ്ട് ഇനി അതിനകത്ത് വെള്ളം ഇടാനും വയ്യ. സോ പക്ഷേ ഇതിനകത്ത് മുക്കി വെക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും. നമ്മളുടെ ഈ നെയിൽസിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ അഴുക്കും പോകും. കുറച്ച് നേരം മുക്കി വെക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുക്കി വെക്കണം. എന്നാൽ ഇതിനകത്തുള്ള അഴുക്ക് സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയിരുന്നു. അത്രയ്ക്ക് നന്നായിട്ട് അഴുക്ക് പോയി. നമ്മൾ ഒരു എഫേർട്ട് വേണ്ട, ജസ്റ്റ് മുക്കി വെച്ചാൽ മാത്രം മതിയായിരുന്നു. അഴുക്ക് നന്നായിട്ട് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ക്ലീൻ ചെയ്യാണ്. 2 കൈയും നന്നായിട്ട് തുടച്ച് എടുക്കുന്നുണ്ട്. ഒരു ടിഷ്യൂ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സോ ആ ടിഷ്യൂ തന്നെ യൂസ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത്. സോ 2 കൈയിലും നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂള്, ഈ ടൂളിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് നെയില് ഷേപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മാനിക്യൂറിൽ ഏറ്റവും, അതായത് നമ്മളിപ്പം പാർലറിൽ പോവുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ അതായത് മാനിക്യൂറിൻ്റെ ഒരു പ്രധാന ഭാഗം ഇതാണ്, ഷേപ്പ് ചെയ്യാണ്. അപ്പം ഇത് ഷേപ്പ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടത് ആ അറ്റം വെച്ചിട്ട്, അതായത് ഒരു നെയിലിൻ്റെ അറ്റ് എൻഡ് സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്യാൻ നോക്കാം. ഷേപ്പ് ഇങ്ങനെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ഷേപ്പ് ചെയ്യാം. 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നെയിലിനകത്ത് വെച്ചിട്ട്, അതായത് നെയിലിൻ്റെ ഒരു മിഡിലിനകത്ത് വെച്ചിട്ടൊന്നും നമ്മൾ കൊണ്ടുപോയി ഷേപ്പ് ചെയ്യരുത്. അതിൻ്റെ സൈഡിൽ സ്കിന്നുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു നെയിൽ പോർഷനിൽ വെച്ചിട്ട് വേണം ഷേപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ നെയിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഇത് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ടൂളാണ്. അതുപോലെ തന്നെ ഈ ടൂള് വെറുതെ നമ്മൾ എന്താണ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഞാൻ തന്നെ ഉള്ള ഒരു ബോക്സ് പോലെ ഒരു സാധനമുണ്ട്. ആ ബോക്സിനകത്ത്, ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് കീപ്പ് ചെയ്യാം. അതായിരിക്കും നല്ലത്. വെറുതെ അത് ഇട്ടേക്കരുത്. അങ്ങനെ ഞാൻ എല്ലാ വെള്ളം എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ എല്ലാ വെള്ളം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റൈറ്റ് ഹാൻഡിൽ നഖം ഇല്ലാത്തവർക്ക്, അപ്പം ഷേപ്പ് ചെയ്യാൻ നഖം ഉണ്ടാവില്ല, അപ്പൊ
ഈ ഒരു ടൂളിന്റെ അറ്റത്ത് ഒരു പോയിന്റഡ് എഡ്ജാണ്. സോ ആ പോയിന്റഡ് എഡ്ജ് യൂസ് ചെയ്തിട്ട് ഈ നെയിലിന് ഇടയ്ക്കുള്ള അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതാണ്. ഇപ്പം മേ ബി നമ്മൾ ആ വെള്ളത്തിനകത്ത് മുക്കിയോണ്ട് വലിയ രീതിക്കുള്ള അഴുക്ക് ഉണ്ടാവില്ല. എന്നാലും അതിനകത്തോട്ട് കുറച്ച് അഴുക്കുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് എടുത്ത് കളയാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ക്രബാണ്. നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ഹാൻഡ്സിൽ നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യമേ ഓൾറെഡി ഇത് കയ്യിലെടുത്തിട്ട് 2 കൈയിലും സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ബ്രഷ് ഉണ്ട്. അപ്പൊ ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ ലെഗില് ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് കൈ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഐ മീൻ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതൊക്കെ ഇളകി വരാൻ ഇത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ നഖത്തിന് ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് തേക്കാം. ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനാണ് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഹാൻഡ് വാഷിനെയും കാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സ്ക്രബ്ബർ, ബോഡി സ്ക്രബ്ബർ മതി. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നോർമൽ, അതായത് വെറുതെ കൈ വെച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്താലും മതി. നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ആ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോഴും ഒരുപാട് ഫോഴ്സ്ഫുള്ളി ചെയ്യരുത്. അത്യാവശ്യം കുറച്ച് പയ്യെ ഒരു മയത്തിൽ വേണം അത് ചെയ്യാനായിട്ട്. വിരലുകളുടെ ഇടയിലൂടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ബ്രഷ് ഒന്ന് ഓട്ടിച്ചാൽ അതിനിടയ്ക്കുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ ബ്രഷ് വെച്ചിട്ടുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തു. വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചു. നല്ല മണം ഉണ്ടാവും കേട്ടോ. ഇതിന് നല്ല മണവും ഉണ്ടാവും. കയ്യിൽ കുറച്ച് നേരത്തേക്ക്, കുറേ നേരമൊന്നും നിൽക്കത്തില്ല, ബട്ട് കുറച്ച് നേരത്തേക്ക് നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ തുടച്ചു വൃത്തിയാക്കിയിട്ട് ഇനി ഞാൻ നെയിൽ പോളിഷ് ഇടാനായിട്ടുള്ള നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഡോക്ടർ ഷെത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ പണ്ട് ഫേസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇച്ചിരി ഓയിലി അത് വന്നുകൊണ്ട് ഞാനിപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ അത് ഞാൻ കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഹാൻഡ് ക്രീം അങ്ങനെയുള്ള സാധനം ഒന്നും വേണമെന്നില്ല. ഐ മീൻ അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നോർമലുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. നമുക്കത് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ 2 കൈയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പാമിൽ മാത്രമല്ല കയ്യിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് മാസ്ക് വേണോ, അല്ലെങ്കിൽ ഹാൻഡ് മാസ്ക്, നമ്മൾ ഫേസ് മാസ്ക് ഇടുന്ന പോലെ വേണമെങ്കിൽ ഹാൻഡ് മാസ്ക് ഇടണമെങ്കിൽ ഇടാം. അത് ഞാൻ ഈ പറയുന്ന പോലെ ഒരു 1 to കുറച്ച് ദിവസത്തേക്ക് മാത്രമേ അത് അത്രയ്ക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൂ. 2 ദിവസം നിൽക്കുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഇതാണ് മാറ്റ് ഫിനിഷ് ബ്ലാക്ക് നെയിൽ പോളിഷ്. കുഴപ്പമില്ല, നല്ലതാണ്. ബട്ട് ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോഴേക്കും ഇവിടെ ജസ്റ്റ് ഒരു പാട് വീണു. സോ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. ബട്ട് സംഭവം അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ മറ്റേ റൂബി ബ്ലേസും കൂടെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യം പറയാം. ഇതുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.